എടി അതുപോലെ ഇരുന്നാ മതിയടി. നീ കേറണ്ട. ആദ്യം ഞാൻ ഒറ്റയ്ക്ക്. അയ്യോ എന്റെ അമ്മേ, എടി നീ കൈയും കാലും ഒക്കെ ഇറങ്ങുന്നടി. അവളുമാര് പേടിച്ച് അവിടെ നിൽക്കുക. രണ്ടെണ്ണം വരുന്നു. എല്ലാം വരുന്നതോ ബാക്കിന്ന് വരുന്നു. അന്നത്തെ കൊണ്ട് കുതിരയുടെ മണ്ടേ കയറ്റാൻ കൊണ്ടുവന്നതാ ഞാൻ. അവള് 2 മണിക്കൂർ ഇവിടെ വന്നിട്ടൊക്കെ പേടിയാണ്. വേണ്ടേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ലോങ് വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. കാരണം ഞാനും കുഞ്ഞി നന്ദുരിനും കൂടെ ചുമ്മാ പുറത്തോട്ട് ഇറങ്ങിയതാണ്. വേറെങ്ങുമല്ല, കുരുട്ടുമല ഫാം വരെ പോകണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അവൾ നേരത്തെ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം പോയി ഞാൻ വിചാരിച്ച മറ്റേ കുറേ പശുക്കൾ മാത്രം ഉള്ളതായിരിക്കും, പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ പോകുന്ന വഴിക്ക് കാണാം. ചൂടാതെ പറഞ്ഞു ആശുപത്രിയിൽ കിടക്കുന്നവളാ. അങ്ങനെ ഞങ്ങൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് അവിടുത്തെ ഒരു അപ്പൻ്റെ കടയിൽ നിന്ന്, കടയുടെ പേര് ഞാൻ മറന്നുപോയി. വൃശ്ചിക മാസമായതുകൊണ്ട് ഫുൾ അയ്യപ്പന്മാർക്ക് വേണ്ടിയിട്ടുള്ള കടയാണ്. നീ പോയിട്ടുണ്ടോ ശബരിമല? ഇല്ല, ഞാൻ 10 വയസ്സിലെന്തോ പോയിട്ടുണ്ട്. ഇവിടാണോ റബ്ബർ പാർക്ക്? അങ്ങനെ ഞങ്ങൾ അവസാനം ഇതാണ് ഫാം, കുരുട്ടോല ഫാം. ഇവിടെ നമ്മൾ ഒരുപാട് സാധനമുണ്ട് കേട്ടോ കാണാൻ. നല്ല രസം, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. 20-30 രൂപയാണെന്ന് തോന്നുന്നു ടിക്കറ്റ്. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. അകത്തോട്ട് കയറാൻ പോകാം. വണ്ടിക്ക് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം കേട്ടോ. 20 രൂപ എന്തെങ്കിലും വണ്ടി കൊണ്ടുപോകണമെങ്കിൽ അതിന് പ്രത്യേകിച്ച് നമ്മൾ ടിക്കറ്റ് എടുക്കണം. എന്നിട്ട് ഞങ്ങൾ പോവാം. വൈബടിക്കാൻ പറ്റിയ സ്ഥലം, അടിപൊളി സ്ഥലം. നിങ്ങളിവിടെ മറ്റേ എന്തോ വെഡിങ് ഫോട്ടോഷൂട്ടിലാണോ? ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസ് ആവും. നിക്കടി ഇവിടെ അവള് മറ്റേ മാന്തി പറിക്കുന്നുണ്ട്. ഭയങ്കര കാറ്റാണ് കേട്ടോ. ഈ സ്ഥലം അടിപൊളി. എല്ലാരും ഇങ്ങോട്ട് പറഞ്ഞേ. നീ ഏതെങ്കിലും രണ്ടാ നമ്മളങ്ങനെ ഒട്ടകപ്പക്ഷിയൊക്കെ കാണാൻ രസമുണ്ട്. ഭയങ്കര കാറ്റ് കേട്ടോ ഇവിടെ. ഞാൻ ഫസ്റ്റ് ടൈമാ വരുന്നത്. ഇവളാ പറഞ്ഞ ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന്. കേട്ടിട്ടുണ്ട്, കുരുട്ടുമല ഫാം എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ വരുന്നത്. നന്ദുട്ടൻ നേരത്തെ വന്നിട്ടുണ്ടോടാ? അമ്മയുടെ കല്യാണത്തിനോ? ഓ, കല്യാണത്തിന് ഷൂട്ടിന് വന്നിട്ടുണ്ടോ? ഓക്കെ. ഓസ്ട്രിച്ച് കണ്ടോ?
ദാ വരുന്നടി. ഇതാ 2 ഒട്ടക പക്ഷികൾ. കുത്തോടി കുത്തോടി. 2 എണ്ണം വരുന്നത്. ഇവിടെ എല്ലാം വരുന്നത് ബാക്കിൽ വരുന്നത്. കണ്ടോ ജിറാഫിനെ തോണ്ടായിരിക്കുന്നു. ജിറാഫ് അവിടെ കണ്ടോ? ജിറാഫൊക്കെ ഒറിജിനൽ അല്ല. നന്ദുട്ടാ ഇങ്ങോട്ട് നോക്ക്. എന്തോത്തിന്റെ അറിയത്തില്ല ക്ലേ. ബാ 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 മേലോട്ട് പോവാ. കാടക്കോഴി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാടമുട്ടയുടെയോ? ഇത്ര ഉള്ളൂ. ഓ ചുമ്മാ അല്ല, ഇതിന്റെ മുട്ട കുഞ്ഞു മുട്ട. ഞാൻ സത്യമായിട്ട് ഓ അത് ആട്, ഫുള്ള് ആടിന്റെ ഒക്കെ. ഇവിടെ കാടക്കോഴി. എന്താ ചെയ്യാ നന്ദുട്ടാ? പാലെടുക്കുവന്നോ? കിട്ടിയോ പാല്? അത് പശു അല്ല, പശു അല്ലടാ, പശു അല്ല. ലൈറ്റിൽ അതൊന്നും കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഇതാണ് സിരോഹി. ആ ജമുന പ്യാരി, മറ്റേ ജമുന പ്യാരി ഇതാണ് കേട്ടോ. പക്ഷെ ലൈറ്റ് അതാണ്ട് ഇതാണ് ജമുന പ്യാരി. മോനെ ബാ. ഇതിന് മറ്റേ ചെവി വലുതായിരിക്കും അല്ലേ? ആ ബീറ്റൽ, ബീറ്റൽ. അതിനെന്താ ഡിഫറൻസ് കേട്ടോ? ഇതിന്റെ രണ്ടിന്റെ ചെവിക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. നമുക്ക് കുതിരയെ കാണാൻ പാ. മഴക്കോള് നല്ലോണം ഉണ്ട് കേട്ടോ. മഴക്കോളുണ്ടടി. പശുക്കട ഫാം ഒത്തിരി ഉണ്ട്. പക്ഷെ നടന്നാ നമ്മുടെ ഊപ്പാട് വന്നേനെ. കേട്ടോ സെറ്റ് വ്യൂടെ ഇങ്ങോട്ട് പാറ തോണ്ട. പക്ഷെ ഇവിടെ സൂപ്പർ വ്യൂ കേട്ടോ. ശ്രദ്ധിക്കുക, ട്രീ ഹട്ടിൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. അപകട സാധ്യത ഉള്ളതിനാൽ ട്രീ ഹട്ടിൽ കയറുന്നവർ ശ്രദ്ധാപൂർവം കയറി ഇറങ്ങുക. ആണല്ലേ? ആ അവിടുന്ന് പറഞ്ഞായിരുന്നു ടിക്കറ്റ് എടുക്കണോന്ന്. എവിടാക്കളെ? ആ കുളത്തിന്റെ ഇടോട്ട് പോകണ്ട. ഇത് ആഴമുണ്ടോ? ഇല്ല മക്കളെ. നിക്ക് 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 നിക്ക്, അവിടെ ശ്രദ്ധിക്കണം.
ഇവിടെ വെച്ച പച്ചക്കിളി എന്താ ആ എടി അങ്ങോട്ട് ഇറങ്ങാടി. സെറ്റ് വ്യൂ, അടിപൊളി വ്യൂ കണ്ടോടി. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തോട്ടം. പിന്നെ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ചിത്രശലഭം ഫുള്ള് ബട്ടർഫ്ലൈ ആണേ. അടിപൊളി സ്ഥലം കേട്ടോ, സൂപ്പർ സ്ഥലം കേട്ടോ. ബട്ടർഫ്ലൈ പാർക്കാ. അത് നമുക്ക് എക്സ്ട്രാ പൈസ കൊടുത്ത് പോകണം. 10 രൂപയുള്ളൂ. സൂപ്പർ സ്ഥലം, എനിക്ക് ഇഷ്ടപ്പെട്ട് കണ്ടോ. ഇവിടെ ഇരിക്കാം, നമുക്ക് ഇരുന്ന്. നമ്മൾ അത്രയും നടന്ന്, നമ്മളിപ്പം സ്കൂട്ടിക്കകത്താണ് വന്നാൽ സ്കൂട്ടി വരുന്നതിന് കുറച്ച് പൈസ എക്സ്ട്രാ കൊടുക്കണം. അല്ലാതെ നടന്നു വരുവാണെങ്കിൽ കുറേ നടക്കാനുണ്ട് കേട്ടോ. ചിത്രശലഭങ്ങളെ കാണിച്ചു തരാമേ. എന്ത് രസമുണ്ടല്ലേ. ഇതാ പോകുന്നൊരു ചിത്രശലഭം. ഫോട്ടോ എടുക്കാൻ സൂപ്പർ സ്ഥലം കേട്ടോ. അതിനാർക്കും അറിയാം. ഇനി ഇവര് കുറച്ചുകൂടെ ഇത് സെറ്റാക്കി എടുക്കും അവിടെ. പക്ഷെ കുഞ്ഞിന് കുഞ്ഞിനെ അങ്ങ് മേളിലോട്ട് കയറ്റാൻ പറ്റത്തില്ല. കാരണം 12 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ മേളി, അതായത് ട്രീ ഹട്ടിൻ്റെ അവിടെ കയറ്റാൻ പറ്റത്തില്ല. ഞങ്ങൾ പിന്നെ ഈ ഒരു പോഷൻ മാത്രം അവളെ കൊണ്ടുവന്ന് കയറ്റിയതാ. കണ്ടോ, ട്രീ ഹട്ടിൽ 12 വയസ്സിന് താഴെ. അപ്പൊ അവൾ ഇവിടെ വരെ കയറിയുള്ളൂ. അവക്കും പേടി അങ്ങോട്ട് കയറാൻ. പക്ഷെ നല്ല താഴെ നോക്കി ഇത്രയും ഹൈറ്റ് തോന്നിക്കത്തില്ലേ. നല്ല ഹൈറ്റ് ഉണ്ട്. കെയർഫുള്ളായിട്ട് കയറണമെന്ന് അവർ പറഞ്ഞു. ആദ്യം ഞാൻ ഒറ്റയ്ക്ക് അയ്യോ എൻ്റെ അമ്മേ എടി, എനിക്ക് കൈയും കാലും ഒക്കെ ഇറങ്ങുന്നടി. അവളുമാർ പേടിച്ച് അവിടെ നിൽക്കുക. ഞാനിങ്ങനെ കയറി. എന്തായാലും ഇവിടെ വന്നില്ലേ, കാലും ഇറക്കുന്നുണ്ട്, കാര്യമാക്കണ്ട. കണ്ടോ, ഇതൊരു ട്രീ ഹട്ടാണ്. എന്ത് രസമുണ്ടല്ലേ. ഇതിൻ്റെ അകത്ത് നല്ല സേഫ് ആയിട്ടാണ്. ഇറങ്ങാൻ പേടിയില്ല. അല്ല കയറി കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാരണം മണ്ടയിൽ മറ്റേ സേഫാ, ഫുൾ ക്ലോസ്ഡാ. കാണാൻ നല്ല രസമുണ്ട് അകത്ത്. യു ആർ അണ്ടർ CCTV സർവിലൻസ്. നമുക്കല്ലേലും വേണ്ട, അതിനകത്ത് ഫ്രൂട്ടൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് കയറത്തില്ല. പക്ഷെ ഈ സംഭവമേ ഒന്ന് നിർത്തിയാൽ മതി എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. പെട്ടെന്ന് കിളിക്കുമെന്ന്. പാറയിൽ കയറി നോക്കട്ടെ. നീ ഇവിടെ ഈ പാറ വന്നിട്ടില്ലല്ലോ. അവിടെല്ലാം ഫുള്ള് ചെരുപ്പൂരുണ്ടോ മോനെ? പിടിച്ചോ, ഇമ്മ പിടിച്ചോ, അങ്ങറ്റത്തോട്ട് പോവല്ലേ. എന്നാ ആ സൈഡിൽ കൂടെ പോ. ഫുള്ള് കാണാം കേട്ടോ. മക്കളിവിടെ ഇരുന്നോ. സൂപ്പർ സ്ഥലം കേട്ടോ, അടിപൊളി.
ഭയങ്കര എക്സ്പീരിയൻസ്. നല്ല രസമുണ്ട്. ചേച്ചി ഒരു സെൽഫി എടുക്കാം. കുറേ നേരം ഇവിടെ ഇങ്ങനെ ഇരുന്ന ഞാൻ പറയാൻ വന്ന ഡയലോഗ് പോ അങ്ങോട്ട്. പീസ് ഓഫ് മൈൻഡ് ആയിരിക്കും. അടി എന്നിട്ട് കണ്ട അവിടെ നിന്ന് കിട്ടിയ തൂവലും പിടിച്ചോണ്ടിരിക്കുന്നത്. 2 എണ്ണം കിട്ടി. 2 എണ്ണം കാണിക്കടാ. ഒന്ന് മയിലിന്റെ ഒന്ന് മയിലിന്റെ കുഞ്ഞു തൂവലും, മയിൽപ്പീലിയല്ല കിട്ടി, അതിന്റെ ഒരു തൂവലും. പിന്നെ ഇതെന്തിന്റെയാന്ന് അറിയത്തില്ല. ഇതെന്തിന്റെ അടി? കുയിലിനൊക്കെ പോലെ ഉണ്ടല്ലേ. ഭയങ്കര കാറ്റ് കേട്ടോ. ഹൈറ്റ് ഇതിനകത്തൊക്കെ കയറിയ ഭയങ്കര ഹൈറ്റ് ഉള്ള കുതിരയല്ലേ? ചെരുപ്പിട്ടോ കുഞ്ഞാ? അവിടെ ആയിരിക്കും ഹോഴ്സ് റൈഡ്. കൊള്ളാം. കുതിരയുടെ മുകളിൽ കയറുന്നോ? കുതിരയുടെ മണ്ട കയറുന്നോ? കയറുന്നോ? നീയും കൂടെ കയറിയാ മതി. ഇല്ലടേ, അവര് എന്നിട്ട് നമ്മൾ അടുത്തുള്ള കൈമാസ് എന്ന് പറയുന്ന ഹോട്ടലിൽ ബിരിയാണി വാങ്ങിക്കൊണ്ടുവന്നായിരുന്നു. ഒരു ബിരിയാണി വാങ്ങിക്കൊണ്ടുവന്നു. കാരണം നമ്മൾ അത്ര കഴിക്കുമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഞങ്ങൾക്ക് തികഞ്ഞില്ല. എന്നിട്ട് ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് കുറേ സത്യം പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു രസമാണ് കേട്ടോ. കുറേ നേരം, കാരണം അവിടെ ഒരുപാട് ആളൊന്നുമില്ല, വളരെ കുറച്ച് ആൾക്കാരൊക്കെ വരത്തുള്ളൂ. അപ്പോൾ കുറേ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഒന്നൊന്ന് പീസാവാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കേട്ടോ അവിടെ. കഴിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വാവക്കോട്ടെ. സമയം ഇപ്പം നോക്കട്ടെ, 2:40. അന്തത്തെ കൊണ്ട് കുതിരയുടെ മണ്ട കയറ്റാൻ കൊണ്ടുവന്നതാ ഞാൻ. അവള് 2 മണിക്കൂർ ഇവിടെ വന്നിട്ട് അവൾക്ക് പേടിയാന്ന്. എടി നീ കേറി, അവള് കേറൂടി. എണ്ണ നീ കേറിയിരുന്നെങ്കിൽ അവള് പേടിയില്ലായിരുന്നു. നീ വന്തത്തെ കൊണ്ട് ചേച്ചാ ചേച്ചാ പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട. എക്സ്പ്രഷനൊക്കെ മാറി, എക്സ്പ്രഷനൊക്കെ മാറി, പക്ഷെ കുഴപ്പമില്ല. ഞാൻ എടുത്തോട്ടെ. എക്സ്പ്രഷനൊക്കെ ചെറുതായിട്ട് മാറി. പുള്ളി എന്ത് ഭാഷയിൽ സംസാരിക്കും കേട്ടോ. ഭയങ്കര ആഗ്രഹം ഈടി ഇത്രയായിട്ട് ഇതുപോലെ ഇരുന്ന അത് നടക്കത്തേ ഉള്ളൂ, ഒന്നും ചെയ്യത്തില്ല. ഹായ് നന്ദു, ഹായ്. ആ കൊച്ചിന് പേടിയില്ല, ഇപ്പൊ ഇറങ്ങി. എടി അതുപോലെ ഇരുന്നാ മതിയടി. അപ്പൊ അത്രേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞൊരു നീ കേറണ്ട യാത്ര വീഡിയോ. അപ്പൊ വീട്ടിൽ പോയി വൈകിയ വിളിക്കാണ്ടായിരുന്നു. പിന്നെ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ പോയത്. ഞാൻ വീഡിയോ എടുത്തില്ല, എൻ്റെ ഫോൺ ഓഫായിപ്പോയി. അപ്പോൾ അങ്ങനെ കോഫിയൊക്കെ കുടിച്ചിട്ട് വൈകി സ്കൂളിൽ വിട്ടേക്കായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അറിഞ്ഞം ഫോട്ടോ ഒക്കെ എടുത്ത് എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you on my next video. Bye.